ഞാനും ഇങ്ങനെ വലുതായി പോയിക്കാണ്ടായിരുന്നു ഈ പ്ലെയിനൊക്കെ യൂട്യൂബറിൽ. ഇപ്പം ഞാൻ ജയിലിലെ വണ്ടി കയറി പോകേണ്ട അവസ്ഥ വരുമല്ലോ കർത്താവേ. എനിക്ക് മാത്രം എന്താണോ എല്ലാവരും ഇങ്ങനെ ചെയ്യണം. ഞാനൊരു ഡോഗ് ഉടായിപ്പ് തന്നെ. പക്ഷെ എന്തൊരു കഷ്ടം ഇത്. ഞാൻ ജയിലിൽ ചെന്ന് കീഴടങ്ങാൻ പോകണം. എനിക്ക് വേറെ വണ്ടിയൊന്നുമില്ല. അയ്യോ ഞാൻ ജയിലിൽ പോണേ. അമ്പോ അമ്പോ എന്റെ ഫോണ് യൂട്യൂബേഴ്സൊക്കെ ഉണ്ടോ അമ്മ? ഫോളോവേഴ്സ് എല്ലാം പോയിടാ. അമ്പോ അമ്മ, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോ, എന്നെ രക്ഷിക്കണം അമ്മ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫോണിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും അമ്മ പൊന്നു പോലെ നോക്കണം ഈ ഫോണ്. എന്ന് വാങ്ങിയില്ലേ? ഇതൊന്ന് വാങ്ങിക്കണം അമ്മ. അയ്യോ അമ്മ, പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു തോക്കുണ്ട് ഇവിടെ എല്ലാവരും കൊല്ലാൻ. എന്തിനാ അമ്മ അടിച്ചത്? അങ്ങനെ എൻ്റെ ജയിൽവാസം കഴിഞ്ഞു. പക്ഷെ എന്താ രസം, ഒരു പട്ടിക്കാട്ട് ജയിലിൽ കൊണ്ടിട്ട് നമ്മൾ. ഞാൻ എന്തിനു ഇനി ഇവിടെ കിടന്ന് പഴുക്കാനുള്ള. ഞാൻ ഇനി വീട്ടിൽ പോവേണ്ട, അത് തന്നെ നടക്കും. ഇനി നിങ്ങൾ എൻ്റെ വീട്ടിൽ പോകണ കാണണ്ടേ, വരൂ. അമ്പോ, വീട്ടിലും പോകണം നാട്ടിലും പോകണം, ഒരാളെ അറിഞ്ഞൂടാ. എനിക്ക് 9 വർഷമായി താടി മീശനും വളർന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സും പോയി, ഞാനൊരു പിച്ചക്കാരനായി. ഞാൻ ഇവിടെ നിന്ന് പിച്ച എടുക്കാൻ പോകണം. വേറെ വഴിയൊന്നുമില്ല. ഈ ഫോണെടുത്ത് വിൽക്കാം, അതേ നടക്കും. ഞാൻ ഫോൺ വിൽക്കാം. എൻ്റെ കൂട്ടുകാരനും എടുക്കുന്നില്ല, ഞാൻ ഈ ഫോൺ തന്നെ വിൽക്കാം. ഹലോ, ആരെങ്കിലും എടുക്കുന്നുണ്ടോ അമ്മേ? ആരും എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഫോൺ വിറ്റിട്ട് ഇവിടെ പിച്ചക്കാരനാവും പോണം. ഞാൻ ഫോണ് വിൽക്കാം. അയ്യോ, ആരെങ്കിലും പറഞ്ഞേ. ചേട്ടാ 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 വല്ലതും തുറന്നേ ഏട്ടാ. പക്ഷേ കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടാ. വല്ലതും തുറന്നേ ഏട്ടാ, പ്ലീസ് ഏട്ടാ. ഏട്ടാ വല്ലതും താ ഏട്ടാ. ആൻറ്റി വല്ലതും ആരാ അതിൻ്റെ ആൻറ്റി? പോടാ. സോറി ആൻറ്റി. ഹലോ, ആരെങ്കിലും തുറലേ. പക്ഷേ ഇതിൻ്റെ 2 വർഷമായേ. അപ്പോ അയ്യോ കർത്താവേ, ഓടി വന്നുവല്ലോ തുറലേ. കാട്ടിനും നാട്ടിനും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ വിശന്ന് പട്ടിണി കിടക്കണേ. ചേട്ടാ ചേട്ടാ, അയ്യോ ചേട്ടാ ചേട്ടാ എന്റെ വീട്ടിൽ ചേട്ടാ ചേട്ടാ ജയിലിലാണ് ചേട്ടാ. പ്ലീസ് ചേട്ടൻ ന്യൂസ് ഒന്നും കാണൂല്ലേ? ഞാൻ ന്യൂസ് കണ്ടോ? നീ ഒരു പാവപ്പെട്ടതാണ്. ഫോൺ ഓടിച്ചോ, ഇതെന്റെ ഫോണില്ല ചേട്ടാ. നീ ഉപയോഗിച്ചോ? ഇതെന്റെ ഫോൺ, എൻ്റെ അടുത്ത് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ ഇത് വിറ്റാണ്. വിറ്റതാ? തറയിൽ കിടന്നോളെ. എല്ലാവർക്കും വേണ്ട. നീ എൻ്റെ വീട്ടിൽ പോകും മോനെ. ഓക്കെ ഓക്കെ ഏട്ടാ, ഓക്കെ. കിട്ടില്ല വീട്, നമുക്ക് പൈസ ഉണ്ടാക്കി തരാം. കൊല്ലല്ലേ? പക്ഷേ പോലീസൊന്നും ഇല്ലല്ലോ. ഞാൻ പോലീസ് നീ ജയിലിൽ കിടന്നിട്ട്. അയ്യോ അയ്യോ ചേട്ടാ, ഏത് ചേട്ടാ ചേട്ടൻ്റെ വീട്? എന്തോ അവിടെ കിടക്കണം. അയ്യോ, അതെൻ്റെ വീടല്ലേ? അയ്യോ, അതെൻ്റെ വീടല്ലേ ചേട്ടാ? പോടാ, ഇതെൻ്റെ വീട്. ചേട്ടാ പൈസ കൊടുത്തു അച്ഛൻ്റെ വീട്. ഓ, നേരത്തെ ഒരു അമ്മൂമ്മ എന്തോ ആരൊക്കെ ഇരുന്നു. ശരി. അപ്പം അവരെവിടെ? ഇവിടെ ഇരുന്നു. നല്ല ബൈക്ക് കേട്ടോ, എൻ്റെ ആഗ്രഹത്തിലുള്ള ബൈക്കായിരുന്നു ഇതൊക്കെ. കുഴപ്പമില്ല, നീ ഇവിടെ ഇരുന്നു. താങ്ക്സ് ചേട്ടാ. എങ്ങനെ നന്ദി പറയും? വാഗൊണ്ട് പറയണോ? എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതി. പോടാ മതിയാ ചേട്ടാ. ചേട്ടാ വിശക്കണ ചേട്ടാ, എല്ലാം തരും ചേട്ടാ പ്ലീസ്. ചേട്ടാ പിന്നെ ഒരു കാര്യം, ഈ ഫോൺ ചെയ്ത് ബൈക്കൊക്കെ ഈ വീട് എൻ്റെ ഒരു മിസ്സിങ് കൂടെ പറ്റിപ്പോകുന്നു. അതാരാ? വേലക്കാരനാണോ ചേട്ടാ? ആർക്കറിയാം. ഓ ചേട്ടല്ലേ വെച്ചാ? അപ്പോൾ പിന്നെ കൊണ്ടുവന്ന് പണി എടുപ്പിക്കുക. അപ്പം എങ്ങനെ ചേട്ടാ ബൈക്ക്? ഓക്കെ ചേട്ടാ, ഞാൻ ഇവിടെ കിടക്കാം. ഞാൻ ഇവിടെ ഉറങ്ങാം ചേട്ടാ. തലങ്ങണയിലൊക്കെ കിടത്തണയാണ് നല്ലത്. പക്ഷേ ഇവിടെ സോറി ചേട്ടാ. ഞാൻ കൊടുക്കുമല്ലോ ചോറ്. പോള ഇറങ്ങി ചേട്ടാ പെട്ടെന്ന് വരല്ലേ? ഓ വരാം. കേട്ടാ പെട്ടെന്ന് പറഞ്ഞേ. ഓ
കുത്തിക്കൊല്ലുമ്പോ എന്തെങ്കിലും പറഞ്ഞു. ചേട്ടാ ഞാൻ ഒരാൾ വിളിച്ചോണ്ടിരുന്നു കേട്ടോ. അതേടാ എന്താ ഞാൻ ഒരു കാര്യം പറയണ്ട്. പറഞ്ഞോ. ഞാൻ കാര്യം പറയുണ്ട്. ഇതാണ് കാര്യം. ഞാൻ ഒരു മനുഷ്യനല്ല, സൈക്കോ ആണ്. അയ്യോ എനിക്ക് ആൾക്കാരെ ഞാൻ 11 പേരെ കൊണ്ടിട്ടുണ്ട്. കേട്ടോ ആകാശത്തൊരു മൈന പോളെ ഇറങ്ങി. അയ്യോ ചേട്ടാ കൊല്ലില്ലേട്ടോ. നമ്മള് പൊട്ടണം, നമ്മള് നല്ല ഫ്രണ്ട്സ് അല്ലേ ഏട്ടാ. ഫ്രണ്ട്സൊന്നുമില്ല, പോളെ ഇറങ്ങി. അയ്യോ അടിക്കില്ല ഞാൻ നിന്നെ കൊല്ലൂടാ. പോളാ അപ്പോ പോയി